ബാക്കിയുള്ള ഞാൻ പിന്നെ കൊടുത്തോളാം. നിനക്ക് എന്താടാ നീ എന്തിനാ ഇത്ര കിടന്ന് ഡെസ്പാവണേ? നീ ഒന്നും ആഗ്രഹിച്ചപ്പോ ദൈവം നിനക്ക് 2 എണ്ണം തന്ന്. ഒന്നങ്ങോട്ട് തന്നോണ്ടല്ല ഞാൻ. അവരെന്തെങ്കിലും ഒരു കാര്യം സംസാരിക്കുന്നെങ്കിൽ ആ കാര്യത്തെ കൂടെ സംസാരിക്കണം. അല്ലാതെ അതിന്റെ ഇടയ്ക്ക് അവിടെ നിന്ന മുട്ടായി മറ്റവിടെ നിന്ന മയിൽപ്പീലി എന്നൊക്കെ പറഞ്ഞോണ്ട് എന്തിനാണ് പറയാൻ പോയത്? ഞാനതൊരു ഫ്ലോയിൽ പറഞ്ഞതല്ലേ. ഫ്ലോയിലല്ല, 2 എണ്ണം കൂടെ പ്ലാൻ ചെയ്ത് എനിക്കിട്ട് വെച്ചാന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. എടാ നിനക്ക് എന്താടാ, അവര് കസിൻസ് ആണ്. മെർലിനും അലീനെ അവര് തമ്മിൽ നിനക്ക് പ്രശ്നമൊന്നും ഉണ്ടാകും. ഒന്നും നീ എന്തിനാ ആവശ്യത്തിൽ ടെൻഷൻ അടിക്കുന്നേ? അവരിതൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? ഡിസ്കസ് ചെയ്യും. ഫ്രണ്ട്സ് ആണെങ്കിൽ ചിലപ്പോൾ ഡിസ്കസ് ചെയ്യൂല. ഇത് കസിൻസ് ഉറപ്പായിട്ടും ഡിസ്കസ് ചെയ്യും. മെർലിനുമായിട്ടൊന്ന് സെറ്റായി വന്നായിരുന്നു. അതിന്റെ ഇടയിൽ ധൂമകേതുമായിട്ട് എവള് വന്ന് കയറുമെന്ന് ഞാൻ കണ്ട. എന്തായാലും നല്ല കാര്യല്ലേ, കുറെ വർഷങ്ങൾക്ക് ശേഷമാണെങ്കിൽ നിനക്ക് അവളെ കാണാൻ പറ്റിയില്ലേ, നീ സന്തോഷിക്കും. കുറെ വർഷങ്ങൾക്ക് ശേഷം നിനക്ക് ഇനിയിപ്പോ ടെൻഷൻ ആണെങ്കിൽ ഞാൻ ഡയറക്റ്റ് മെറിനോട് പോയി ചോദിക്കാടാ. എന്തെങ്കിലും പൊസസീവ് അങ്ങനത്തെ വല്ല ഇഷ്യൂ ഒക്കെ ഉണ്ടോന്ന്. എന്ത് എല്ലാ കാര്യത്തിലും ഈ കാര്യത്തിൽ നിന്റെ ഡൗട്ട് ഇപ്പൊ ഞാൻ മാറ്റിത്തരാം. ഇതെന്താ ഞങ്ങൾ 2 പേരും അകത്തിരുത്തിയിട്ട് നിങ്ങൾ ചേച്ചി അനിയനും കൂടി ഭയങ്കര ചർച്ച? മെർലിനെ കേശുവിനൊരു ഡൗട്ട് പറയട്ടെ. അലീന ഞാൻ പറയട്ടെ? മെർലിൻ, കേശുവിനെ പണ്ടേ മണ്ടരാണല്ലോ. അതെനിക്ക് പരിചയപ്പെട്ടപ്പോഴേ മനസ്സിലായതാ. സ്കൂളിലും മണ്ടത്തരം തന്നെയാ സെറ്റ് അല്ലേ? താങ്ക് യു. സ്കൂളിൽ പഠിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാ എന്താടാ പറ. കേശുവിന്റെ 3ാം ക്ലാസ് തൊട്ട് 8ാം ക്ലാസ് വരെയുള്ള ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ. 7ാം ക്ലാസ് വരെയുള്ള ടൈം പീരീഡ് ഉണ്ടല്ലോ. ആ സമയത്ത് കേശുവിന്റെ കുട്ടി ക്രഷായിരുന്നു ഈ അലീന. കണ്ടിട്ട് അവ കുഴപ്പമൊന്നുമില്ല. ശരിക്കും? പക്ഷെ ആ സമയത്ത് ഈ സ്നേഹം ക്രഷ് എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അവൻ കുറെ നേരം ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാനും ഐ ലവ് യു പറഞ്ഞു. എന്നിട്ട് സ്നേഹം കൂടി അല്ലേടാ. അവൻ കുറെ മിഠായി എന്താണെന്ന് അറിയാമോ? അല്ലേ, ഓർമ്മണ്ട? കുറച്ച് മിഠായാ. എന്തായാലും അലീനനെ കണ്ടതിന് ശേഷം കേശു ഭയങ്കര ഹാപ്പിയാണ്. അലീന ഇവിടുന്ന് വീട് മാറി പോയില്ലായിരുന്നെങ്കിലേ മെർലിന്റെ സ്ഥാനത്ത് ഇപ്പൊ അലീനയായിരുന്നു. എന്തായാലും കേശുവേ സെയിം ഫാമിലിന്ന് തന്നെ ഒരാളെ കിട്ടിയല്ലോ. യു എൻജോയ്. ഞാൻ എന്തായാലും അവിടെ കാണും കേട്ടാ. അലീന ഒന്നാമത്തേക്ക് ശരി ചേച്ചിയുടെ കൂടെ ഞാനിപ്പോ വരാം. നീ എന്താടാ ചിരിക്കുന്നേ? എന്താ ചിരിക്കുന്നേ? എല്ലാരും ഹാപ്പി അല്ലേ? ഞാൻ ഹാപ്പി, മെർലി ഹാപ്പി, അലീന ഹാപ്പി. ഞാൻ അത്ര ഹാപ്പി അല്ല. എല്ലാ കാര്യം പറഞ്ഞപ്പോ നീ അലീനയുടെ കാര്യം എന്താടാ പറയാഞ്ഞേ? അലീനയുടെ കാര്യം എന്താ പറയാഞ്ഞെന്ന്? അയ്യോ ഒന്നുമില്ല, ചെറുതില്ല. ഞാൻ പപ്പല്ലേ 3ാം ക്ലാസ് 7ാം ക്ലാസ് എന്നൊക്കെ പറഞ്ഞ 7ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നല്ലേ? 7ാം ക്ലാസ് എന്ന് പറഞ്ഞ ഒന്നും ഇല്ലല്ലോ. ഹൈസ്കൂൾ അങ്ങോട്ട് കേറിയതല്ലേ ഉള്ളൂ. സിമ്പിൾ മാറ്റർ അല്ലേ? ശരി. അല്ല മാളവിക ആരാ? മാളവിക മാളവിക ആരാ? ആരാ? ആരോ. അലീന എന്റെ കസിൻ ആയോണ്ടും ബാംഗ്ലൂരിൽ നിന്ന് അവൾ വെക്കേഷൻ ഇങ്ങോട്ട് വന്നോണ്ടും ഇതൊക്കെ ഞാൻ അറിഞ്ഞു. അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ എങ്ങനെ അറിയാനാ? ഇനിയിപ്പോ അലീന നിന്റെ നമ്പർ ചോദിക്കും, നീ നമ്പർ കൊടുക്കും. മഹാ എന്താല്ലേ? സത്യമായിട്ട് കൊടുക്കൂല. ചോദിച്ചാലും ഞാൻ കൊടുക്കൂല. ഇല്ലെന്ന് പറയും. നമ്പർ ഇല്ലെന്ന് പറയും. ഞാൻ നമ്പർ എങ്ങാനും കൊടുത്തു ഞാൻ അറിഞ്ഞ ഇളം കേശു എന്റെ തലയാ നല്ല പൊളിക്കും. കൊടുക്കൂലല്ലോ. എന്തിനു കൊടുക്കണല്ലേ? മെർലിൻ ചെല്ല്, ചെന്ന് അവിടെ ചെന്ന് ഇരി. ചെല്ല്, അലീനായിട്ട് സംസാരിച്ചോണ്ടിരി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.